പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇന്ന് പി വി അൻവർ എം.എൽ.എ. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പി വി അൻവറിന്റെ തീരുമാനം. അൻവറിനുള്ള നിലപാട് UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പറഞ്ഞു. പിന്തുണയ്ക്കുന്നവർ തന്നെ തള്ളിപ്പറയുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. ഈ ഞായറാഴ്ച 1 ലക്ഷം ആളുകളെ മഞ്ചേരിയിലെ വിശദീകരണ യോഗത്തിലെത്തിച്ച് ശക്തി തെളിയിക്കാനാണ് നീക്കം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയാൽ അത് CPIM-ന് തലവേദനയാകും. സാമ്പാർ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണസമിതികളിൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാകില്ലെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. CPIM-ന്റെ പരീക്ഷണം ഏറ്റവും ബാധിച്ച ലീഗ് തന്നെ അൻവറിന്റെ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെ. അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. വർഗീയ ശക്തികളാണ് അൻവറിന്റെ പിന്നിലെന്ന പ്രചാരണത്തിൽ ഊന്നി പ്രതിരോധിക്കാനാണ് CPIM-ന്റെ ആലോചന. അൻവർ അണികളെ വൈകാരികമായി സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലും പാർട്ടി എടുക്കുന്നു. CPIM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര് അൻവറിന്റെ സ്ഥലമല്ല, നിലമ്പൂര് കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല. ഞായറാഴ്ച അൻവർ ശക്തിപ്രകടനം നടത്തുന്നതിന് തൊട്ടടുത്ത ദിവസമാണ് A. വിജയരാഘവൻ പങ്കെടുക്കുന്ന യോഗം. അതോടെ മലപ്പുറത്തെ രാഷ്ട്രീയ പോരിന് വീറും വാശിയും കൂടും. 24 മലപ്പുറം.